ഹലോ, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഡിഷ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അൽഫാം പോലെയുള്ള ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തരുന്ന ഒരു കോമ്പിനേഷൻ ഇല്ലേ, മയണൈസ്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു സാധനം, നല്ല ടേസ്റ്റാണ്. ചിക്കനൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് മയണൈസ് കൂട്ടി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മയണൈസ് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നമുക്ക് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കേണ്ടതായിട്ട് വരുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു മിക്സി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് മയണൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മയണൈസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അതിനു മുമ്പ് മയണൈസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അൽഫാമൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ചില ബർഗറുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് വൈറ്റ് കളറിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ വരുന്ന ഒരു സാധനം അല്ലേ, അതിൻ്റെ പേരാണ് മയണൈസ്. അപ്പോൾ ഒരുപാട് പേർക്ക് മയണൈസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, വളരെ കുറച്ച് പേർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ബെസ്റ്റ് കോംബോ ആണ് ഈ പറയുന്ന മയണൈസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അൽഫാം ചിക്കനൊക്കെ പെയർ ചെയ്യുന്നത് മയണൈസുമായിട്ടാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് വീട്ടിൽ തന്നെ മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. നമുക്കൊരു 5 മിനിറ്റ് നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, ഒരു ഐറ്റമാണ് മയണൈസ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 2 മുട്ട. ഞാനിപ്പോൾ മുട്ട 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണം അതിനനുസരിച്ച് അളവുകൾ മാറ്റം വരുത്താം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, ഉപ്പ്, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര്, ഒരു 7 മുതൽ 8 വരെ അല്ലി വെളുത്തുള്ളി, കുക്കിംഗ് ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണയൊന്നും എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. വേറെ എന്ത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സിയുടെ ചെറിയ ജാർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടതായിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സപ്പ് ചെയ്തെടുക്കാം. വേറൊരു പാത്രം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ മുട്ട എടുക്കുന്നുണ്ട്. മുട്ടയുടെ വൈറ്റാണ് നമുക്ക് വേണ്ടത്, എഗ് വൈറ്റ്, ആൽബുമിൻ പാർട്ടാണ് വേണ്ടത്. മഞ്ഞ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മുട്ടയുടെ വൈറ്റ് മാത്രം വേണം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് മുട്ടയുടെ തോട്ടിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ അത് യൂസ് ചെയ്ത് അതിൻ്റെ വൈറ്റ് മാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ 2 മുട്ടയുടെ വൈറ്റ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. യോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യമില്ല മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറവാണെന്ന് തോന്നുന്നു, ഞാനൊരു അല്പം കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ആദ്യം കുറച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നീട് നമുക്ക് കൂടുതലാണ് അല്ലെങ്കിൽ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോവും. ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ചെറിയ ജാർ ഒന്ന് അടപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മിക്സിയിൽ പൾസ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ടെങ്കിൽ ആ സ്വിച്ചാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ഇത് അടിച്ചെടുക്കുകയല്ല നമ്മുടെ ഉദ്ദേശം, ഇതൊന്ന് പതഞ്ഞ് കട്ടയാവുകയാണ് നമ്മുടെ ഉദ്ദേശം. പൾസ് ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് മിക്സി പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ഇത് മിക്സിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുന്നതിനേക്കാളും ആ ബട്ടണാണ് നല്ലത്. അപ്പോൾ ഈ മിക്സിക്ക് പൾസ് ബട്ടൺ ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഓണാക്കി ഓഫാക്കി അങ്ങനെയാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊരു വൈറ്റ് പാല് പോലത്തെ ഒരു മിക്സ്ചർ ആയിട്ടുണ്ട്. നമുക്കൊരു 1-2 പ്രാവശ്യം കൂടി അടിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാണ്ട് വെച്ചേക്കുന്ന ഒരു 7 മുതൽ 8 വരെ അല്ലി വെളുത്തുള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയാണ് ഒരു ടേസ്റ്റ് മുന്നോട്ട് വരിക മയണൈസിൽ. നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഓക്കെ. ഇപ്പോൾ വെളുത്തുള്ളി എല്ലാം നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് ഇത് കട്ടിയാക്കി എടുക്കണം. നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ചും കൂടെ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 ഗ്ലാസോളം എണ്ണ വേണ്ടി വരും 2 മുട്ടയ്ക്ക്. ഇപ്പോൾ നമ്മുടെ മയണൈസ് ഏകദേശം കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു പരുവായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിക്കാക്കി ഇടുക, അല്ലെങ്കിൽ ഈ ഒരു പരുവം മതിയാവും. ഇപ്പം നമ്മുടെ കൺസിസ്റ്റൻസി ഏകദേശം നല്ല തിക്കായിട്ട് ഉണ്ട്. ഇതാണ് ആക്ച്വൽ മയണൈസിൻ്റെ പരുവം. നമുക്കിനി ഇത് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മയണൈസ് റെഡിയായി കഴിഞ്ഞു. നമ്മൾ വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ ചില ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ മയണൈസ് ഉണ്ടാക്കിയെടുത്തത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ നമ്മൾ ചിക്കൻ്റെ പല വിഭവങ്ങൾ കൂടെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് മയണൈസ്. കെച്ചപ്പ് പോലെ നമ്മൾ എപ്പോഴും ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കെച്ചപ്പിൻ്റെ ഈ പറയുന്ന ചിക്കൻ്റെ കൂടെ മയണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കടയിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടും, ബോട്ടിലൊക്കെ നമ്മൾ കെച്ചപ്പ് വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഒരു 100 ഗ്രാമിന് നമ്മൾ 100 രൂപ അതിൽ കൂടുതലാണ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ കണ്ടു, നമുക്കാകെ മുട്ടയും എണ്ണയും മാത്രമേ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനം, കുറച്ച് എന്തെങ്കിലും വലിയ സാധനം എന്ന് പറയാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വളരെ ചെറിയ പഞ്ചസാര, ഉപ്പ് പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന മയണൈസ് സ്വന്തമായിട്ട് വീടുകളിൽ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.